സർക്കാർ രൂപീകരിക്കട്ടെ എന്ന് മുൻ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ 6 മാസത്തേക്ക് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കും. അതേസമയം DMK സർക്കാരിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. അതേസമയം ചെറു പാർട്ടികളെ ഒപ്പം ചേർത്ത് കേവല ഭൂരിപക്ഷം തികയ്ക്കാനുള്ള ശ്രമത്തിലാണ് TVK. AADMKയിൽ വിജയെ പിന്തുണയ്ക്കുന്നതിൽ ഭിന്നത രൂക്ഷമാണ്. ഒരു വിഭാഗം MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റി. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, കേവല ഭൂരിപക്ഷം തികയ്ക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പരിശ്രമിക്കുകയാണ് ഇപ്പോൾ TVK. അതുപോലെ തന്നെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് കടുംപിടുത്തം തുടരുകയാണ്. അപ്പോഴാണ് M.K. സ്റ്റാലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം വരുന്നത്. എന്താണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ നിലവിലെ സാഹചര്യം? ഇപ്പോൾ DMKയും അതുപോലെ തന്നെ ADMKയുമായി ഒന്നിച്ചുകൊണ്ട് TVKക്കെതിരെ ഒരു ദ്രാവിഡ ബദലായി മുന്നോട്ട് വരുമെന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള M.K. സ്റ്റാലിൻ്റെ ഒരു അഭിമുഖം പുറത്തു വരുന്നത്. അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലെ ചില വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ സ്റ്റാലിൻ വ്യക്തമാക്കുന്നത് TVK സർക്കാർ ഉണ്ടാക്കാൻ തങ്ങൾ അനുവദിക്കും, അതിനുശേഷം 6 മാസം ഇത് നിരീക്ഷിക്കുമെന്നും M.K. സ്റ്റാലിൻ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ഒരു ഭരണപ്രതിസന്ധി ഉണ്ടാകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കാനോ തങ്ങൾ അതിന് അനുവദിച്ചു കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിലവിൽ TVK സർക്കാർ ഉണ്ടാക്കാൻ തങ്ങൾ അനുവദിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ TVKയുടെ നീക്കങ്ങൾ 6 മാസത്തോളം നിരീക്ഷിക്കുമെന്നും സ്റ്റാലിൻ പറയുന്നുണ്ട്. അതുപോലെ തങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന ചില ക്ഷേമ പദ്ധതികൾ അത് TVK തുടരണമെന്നും സ്റ്റാലിൻ പറയുന്നുണ്ട്. അതിൽ ചില പദ്ധതികൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ പ്രഭാത ഭക്ഷണം, അതുപോലെ തന്നെ കുടുംബനാഥന്മാർക്ക് നൽകി വരുന്ന 1000 രൂപ ധനസഹായം, ഇത്തരം സഹായങ്ങൾ തുടരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ TVKയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രകടന പത്രികയിൽ TVKയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയം കൂടി സ്റ്റാലിൻ ഉയർത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്ക് നൽകുന്ന ധനസഹായം, അതുപോലെ തന്നെ സൗജന്യ LPG ഗ്യാസ് പദ്ധതി, ഇതെല്ലാം നടപ്പിലാക്കുന്നതിലുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൂടി സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ TVK മറ്റ് പാർട്ടികളെ ഒപ്പം കൂട്ടാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അത് സജീവമായി തന്നെ തുടരുകയാണ്. ADMKയിലുള്ള ഒരു വിഭാഗം MLA-മാരുമായിട്ട് ചർച്ച നടത്തിയതായിട്ടുള്ള അഭിമുഖമുണ്ട്. ഏതാണ്ട് ADMKയിലുള്ള ഒരു വിഭാഗം MLA-മാർ, അത് CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലുള്ള MLA-മാരാണ് ഇപ്പോൾ നിലവിൽ TVK പക്ഷത്തേക്ക് ചാരാനായി നിൽക്കുന്നത്. പക്ഷേ ADMKയുടെ ഔദ്യോഗിക വിഭാഗം അവരുടെ ഡെപ്യൂട്ടി ജനറലായിട്ടുള്ള KP മുനുസ്വാമി ഉൾപ്പെടെയുള്ളവർ TVKയുമായിട്ട് സന്ധി ചേരാനുള്ള ആ ഒരു നീക്കങ്ങൾ, അത്തരം അഭ്യൂഹങ്ങളൊക്കെ വന്നത് തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ ഒരു വിമത വിഭാഗം ഇപ്പോഴും ADMKയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ADMKയുടെ ഭാഗത്തു നിന്നൊരു വലിയ നീക്കം നടന്നത് ഇത്തരത്തിലുള്ള MLA-മാരെ പുതുച്ചേരിയിലെ ഒരു റിസോർട്ടിലേക്ക് മാറ്റുന്നതാണ്. ഏതാണ്ട് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 20ഓളം MLA-മാരെ പുതുച്ചേരിയിലുള്ള റിസോർട്ടിലേക്ക് മാറ്റിയതായിട്ടാണ് വിവരം. ഇത് ADMKയുടെ ഔദ്യോഗിക വിഭാഗം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ MLA-മാരെ മാറ്റിയതെന്ന് ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ TVK ഇത്തരത്തിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ MLA-മാരെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചാലോ എന്നുള്ള ഒരു ഭയം കാരണമാണ് മാറ്റിയത് എന്നാണ് നിലവിൽ സൂചനകൾ ലഭിക്കുന്നത്. പിന്നെ VCK ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ TVKക്ക് പിന്തുണ നൽകുന്ന കാര്യം അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. VCKയുടെ ചില നേതാക്കളെങ്കിലും വിജയ്ക്ക് പിന്തുണ നൽകുന്ന കാര്യം അത് സജീവമായി തന്നെ പറയുന്നുണ്ട്. അതായത് തമിഴ്നാട്ടിലെ ജനങ്ങൾ വിജയിയാണ് തെരഞ്ഞെടുത്തത്, ആ ജനങ്ങളുടെ തീരുമാനത്തെ അട്ടിമറിക്കാൻ പാടില്ല എന്ന് VCKയുടെ ചില നേതാക്കൾ പ്രതികരിച്ചിരുന്നു. അവരുടെ ഒരു ഔദ്യോഗിക യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിനുശേഷം VCKയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തുവരും. CPI CPM തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ നിലവിൽ DMKയുടെ ഒപ്പം നിൽക്കാനാണ് ആലോചിക്കുന്നത്. അവർ പുറത്തുനിന്ന് TVK പിന്തുണയ്ക്കാനും ആലോചിക്കുന്നുണ്ട്. പക്ഷേ നേരിട്ടുള്ള ഒരു പിന്തുണയാണ് TVK തേടുന്നത്. അതിനുവേണ്ടി ഇടത് MLA-മാരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ TVK വൃത്തങ്ങൾ. പക്ഷേ IUML നിലവിൽ TVKക്ക് പിന്തുണ നൽകില്ല എന്ന് തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ 5 MLA-മാരുടെ പിന്തുണ കൂടി വരുമ്പോൾ TVKക്ക് ആകെ 112 MLA-മാരുടെ പിന്തുണയാണ് ആകുന്നത്. വിജയ് 2 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് കുറച്ചാണ് 112 MLA-മാരുടെ പിന്തുണയുള്ളത്. ഇനി കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ 118 MLA-മാരുടെ പിന്തുണയാണ്
വേണ്ടത്. ഗവർണർ കഴിഞ്ഞ ദിവസം വിജയോട് ആവശ്യപ്പെട്ടത് 118 MLA-മാരുടെ പിന്തുണക്കത്ത് സമർപ്പിക്കണമെന്നുള്ളതാണ്. നിലവിൽ 112 MLA-മാരുടെ പിന്തുണക്കത്ത് സമർപ്പിച്ചിരുന്നു. ഇനി CPI-യുടെ 2, CPM-ന്റെ 2, അതുപോലെ VCK-യുടെ 2 MLA-മാരുടെ പിന്തുണ കൂടി തേടാനാണ് നിലവിൽ വിജയ് നീക്കം നടത്തുന്നത്. അതുപോലെ പട്ടാളി മക്കൾ കക്ഷി ഉൾപ്പെടെ NDA പക്ഷത്തുള്ള ചില പാർട്ടികളുടെ പിന്തുണ ഈ ഇന്ത്യ സഖ്യത്തിലുള്ള ഇത്തരം പാർട്ടികൾ, അതായത് ഇടത് പാർട്ടികളും VCK ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ മാത്രം പട്ടാളി മക്കൾ കക്ഷി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണ തേടാനും TVK ആലോചിക്കുന്നു. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.